ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് മുഖത്ത് വരുന്ന കറുത്ത പാട്, അതുപോലെ കരിവാളിപ്പ്, വെയിലേറ്റ് വന്ന ആ ഒരു കറുപ്പ് നിറം, അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ആഡ് ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ മാവാണ്. ആട്ടപ്പൊടി എടുക്കാവോ എന്നും ചിലർ ചോദിക്കാറുണ്ട്. ആട്ടപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലോണം സഹായിക്കും. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. അതൊരു 1/4 ടീസ്പൂണോളം മതി. അതായത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണെങ്കിൽ 1/4 ടീസ്പൂണ് മതി. അല്ല കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര പാലിൽ നിന്ന് മാത്രമുള്ള കണക്കൊന്നുമില്ല. പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് രണ്ടും നല്ലതാണ്. പിന്നെ ചിലരുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലൊരു ഗ്ലോ കിട്ടാൻ തൈരാണ് സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പാലാണോ തൈരാണോ ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഒരു രൂപത്തിനുള്ള ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ. അധികം ടൈറ്റും ആയി പോകാൻ പാടില്ല, അധികം ലൂസും ആയി പോകാൻ പാടില്ല. നമ്മുടെ ഫേസിലേക്ക് ഒരു 25 മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് നല്ലോണം ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെക്കുക എന്നാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് കുറച്ച് കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ കൂടുതൽ എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഡെയിലി ഫേസ് പാക്കായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ മുഖമെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം സർക്കുലർ മോഷനിൽ താടിയുടെ ഭാഗത്തു നിന്ന് മേലയിലേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ വാരി തേച്ച് കഴുകി കളഞ്ഞ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തന്നെ നിങ്ങളിത് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളിത് 25 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് മാത്രം കഴുകിക്കളയുക. നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓരോ സ്റ്റെപ്പും ഒരുപാട് നേരം മസാജ് ചെയ്തിട്ടാണ് അവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളും വീട്ടിലൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മസാജിങ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 25 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ ഒരു ഗ്ലോ വരും. പക്ഷേ ആ ഒരു ഗ്ലോ കുറച്ച് നേരം മാത്രമേ നിലനിൽക്കൂ. അതൊരു 24 അവേഴ്സ് മാത്രമേ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കും. നിങ്ങൾക്കിതൊരു പെർമനൻറ്റ് റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുക. നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.